നമസ്കാരം. അഷ്ടപതി കളരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വിദ്യ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. വണ്ടികളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ശല്യം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്ന വിദ്യയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടത്. അപ്പോൾ എന്നതിന് ശേഷം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിക്കേണ്ടായി, നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ, അതായത് ബസ്സിലൊക്കെ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അടുത്തുള്ള തൂണിലോ അല്ലെങ്കിൽ മുകളിലുള്ള കമ്പിയിലൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് പുറകിൽ നിന്ന് വന്നുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ശല്യം ചെയ്യുന്ന അവസരത്തിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ഒരു വിദ്യ അറിയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈവരി അല്ലെങ്കിൽ കമ്പിയിൽ പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളെ പുറകിൽ നിന്ന് ആരെങ്കിലും വന്ന് നമ്മളെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന എളുപ്പവിദ്യയാണ്. അപ്പോൾ ആ വിദ്യ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായും ഈ ഒരു രീതിയിലായിരിക്കും മുകളിൽ പിടിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന ആൾ നമ്മളെ കയ്യിലൊക്കെ പിടിച്ച് ഈ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ പ്രതിരോധിക്കാം. അല്ലെങ്കിൽ ഈ ഒരു തട്ട് നമുക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ അല്പം ഒന്ന് നമ്മൾ തെറ്റി നിന്നുകൊണ്ട് നമ്മുടെ ആളെ ഈ ഒരു രീതിയിൽ ആദ്യം അടിക്കണം. അപ്പോൾ ആൾ മുന്നോട്ടേക്ക് ഈ ഒരു രീതിയിൽ ചെരിഞ്ഞ് നിൽക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ കൈമുട്ട് കൊണ്ട് മുഖത്ത് നമുക്ക് തട്ടിയിട്ട് ആളെ ഒഴിവാക്കാം. അപ്പോൾ പിടിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ അല്പം ചെരിഞ്ഞ് മാറിക്കൊണ്ട് തട്ടുക. ആ സമയത്ത് തന്നെ കൈമുട്ട് കൊണ്ട് നമുക്ക് തട്ടി പ്രതിരോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള വിദ്യകൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, ഇതൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു വിദ്യ കൂടിയാണ്. മറ്റ് വിദ്യകളൊന്നും പഠിക്കാത്ത ഒരാളാണെങ്കിൽ കൂടി നമുക്ക് ഇത്തരം രീതികൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ചെയ്ത് ധൈര്യത്തോടെ നമുക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു രീതിയിൽ മുകളിലുള്ള കമ്പിയിലൊക്കെ പിടിച്ചിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ആ സമയത്ത് പുറകിൽ വന്ന് നിൽക്കുന്ന ആൾ ഇതുപോലെ നമ്മൾ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വിദ്യ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ചെയ്യുന്ന വഴി ഒന്നുകൂടി നോക്കാം. നമ്മൾ പിടിച്ചുകൊണ്ട് ഈ രീതിയിൽ നിൽക്കുന്ന സമയത്ത് അല്പം നമ്മൾ ചെരിഞ്ഞ് മാറിക്കൊണ്ട് നമ്മൾ ആദ്യം തട്ടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ മുഖത്ത് തട്ടി വെക്കുകയും ചെയ്യാം. ഈ ഒരു വിദ്യ പെൺകുട്ടികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വിദ്യയാണ്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിദ്യ വളരെ ഉപകാരപ്പെടും. അഷ്ടപതി കളരിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.